കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. ചെറുതുരുത്തിയിൽ ശക്തമായ ഇടിമിന്നലിൽ വീടിന് വ്യാപക നാശനഷ്ടം. ഹൈസ്കൂളിന് സമീപം പണിക്കർപ്പടി റോഡിൽ താമസിക്കുന്ന ഒഞ്ഞനത്ത് ഫാത്തിമയുടെ വീടിനാണ് മിന്നലേറ്റത്. വീടിനുള്ളിലെ വൈദ്യുതി ലൈനുകളും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. മിന്നലേറ്റിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കുട്ടിക്ക് ഷോക്കേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. മിന്നലിന്റെ ആഘാതത്തിൽ വീടിന്റെ ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള സ്വിച്ച് ബോർഡുകൾ പൂർണ്ണമായി കത്തിയമരുകയും ചെയ്തു. വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഫാത്തിമയുടെ പേരമകൻ മുഹമ്മദ് അലീമിന് കാലിൽ ഷോക്കേറ്റു. ഭാഗ്യം കൊണ്ടാണ് കുട്ടി വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇപ്പുറത്തെ വീടും തൊട്ടടുത്ത വീടാണിത്. ബഹളം കഴിഞ്ഞിട്ട് ഓടിയിട്ട് വന്നതാണ് ഞാൻ. വന്നു വീടിനുള്ളിൽ മുഴുവൻ പുകയാണ്. ഇതൊക്കെ സ്വിച്ച് ബോർഡൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. മെയിൻ സ്വിച്ച് ഒക്കെ തെറിച്ചിറങ്ങണു. പിന്നെ ഇവിടുത്തെ മൂത്ത ആൺകുട്ടിയുടെ 2 കാലിലും ഷോക്ക് ചെയ്തിട്ട് അവൻ നുണ്ടി നുണ്ടിയിട്ടാണ് നടന്നു വരുന്നത്. ഇവരുടെ ഒന്നും ചെവി കേൾക്കാല്ലേ പറഞ്ഞിട്ട് ചെവിയൊക്കെ കൊട്ടി അടച്ചിറക്കാത്രേ. എന്നിട്ട് പുറത്ത് അപ്പൊ വേറൊരു കുട്ടീനെ വിളിച്ച് പറഞ്ഞു, കറണ്ടിന്റെ പണിയെടുക്കുന്ന കുട്ടീനെ. അവിടെ പോയിട്ട് അവന്മാർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോളാന്. പോയി നോക്കിയാൽ മെയിൻ സ്വിച്ച് ഒന്നുമില്ല. ഒക്കെ തെറിച്ചോടിക്കാൻ പോയി തന്നെ കാണാനില്ല. ഫുള്ള് കത്തിപ്പോയി. പിന്നെ അപ്പുറത്ത് ചുമരും പൊളിഞ്ഞിട്ടുണ്ട്. എർത്ത് കമ്പിയോടെയും കത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ കത്തി. വയറുകൾ പോണ ഭാഗമൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. വലിയ ശബ്ദത്തോടെയുള്ള മിന്നലുണ്ടായ ഉടൻ തന്നെ പരിസരവാസികൾ ഓടിക്കൂടുകയായിരുന്നു. ഉടൻ തന്നെ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ വിവരമറിയിച്ച വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. TV, ഫ്രിഡ്ജ് തുടങ്ങിയ വൈദ്യുതി ഉപകരണങ്ങളും മിന്നലിൽ നശിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വീട്ടുകാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഉണ്ടായി ആകെ എല്ലാവരും പേടിച്ചു. ഇവിടെ പിന്നെ ആകെ ഒന്നിച്ച് കത്തിപ്പോയിക്കണം.